എല്ലാ ചെറിയത് തുടങ്ങി വലിയത് തുടങ്ങി ആര് വിളിച്ചാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ അറിവിന്റെ വെളിച്ചത്തിൽ 10-40 വർഷമായിട്ട് നമ്മൾ ഇതിൽ കൂടി ഉണ്ട്. ആ വെള്ളം ചെടിയുമ്പോൾ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുഴു വരെ എന്ത് ചെയ്യും? നശിച്ചു പോകും. ഇതിനെ മലയാളത്തിൽ പറയാം മുരിങ്ങക്കക്ക എന്നാണ് പറയുക. ഈ മുരിങ്ങക്കക്കയാണ് ഓയിസ്റ്റർ ഷെൽ പൗഡർ. ഇതാണ് നമ്മൾ പച്ചക്കക്ക pH ബൂസ്റ്റർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെയൊക്കെ റാൻഡം ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ മാസത്തിലും നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് അയക്കും. എല്ലാം ഉണ്ട്. അതായത് ഇതിൽ സൂക്ഷ്മ മൂലകങ്ങളായ ഇരുമ്പ്, ചെമ്പ്, മാംഗനീസ്, സിങ്ക്, ബോറോൺ, മോളിബിഡിനം തുടങ്ങിയ എല്ലാ മൂലകങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. അന്യം നിന്നുപോയ പല ചെറു സൂക്ഷ്മജീവികളെയും വീണ്ടും നല്ല രീതിയിൽ പടുത്തുയർത്തിക്കൊണ്ടുവരാനായിട്ട് ആ 10 കൂട്ടം പിണ്ണാക്കിന് കഴിയുന്നു എന്നുള്ളതാണ് അതിന് കാരണം. അത് ജൈവവളത്തിൻ്റെ ഒരു നല്ല ജൈവവളക്കൂട്ടായിട്ട് വരുന്നു. നമ്മളതിൽ 30% 40% കുറച്ചിട്ടാണ് കർഷകന് കൊടുക്കുന്നത്. അത് ആണ് അവരുടെ ഗുണം. അപ്പോൾ കർഷകൻ നമ്മളോട് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൊണ്ടു കൊടുക്കാനായിട്ട് അവന് കുറച്ച് വളമുണ്ട്, ഒരു 3000 രൂപയുണ്ട്, 4000 രൂപയുള്ളൂ, അതങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മളത് 5-10 ആൾ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവർ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഹായ്, ഹലോ, നമസ്കാരം. ജയകൃഷ്ണനാണ്. ലൈഫ് ഇൻ കേരള ഇന്ന് എത്തിയിരിക്കുന്നത് കർഷകർക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. വെറും 10 രൂപ മുതൽ വളങ്ങൾ വിൽക്കുന്ന കൃപ ഓർഗാനിക് എന്ന ചാലക്കുടിയിലുള്ള ഒരു ഫാക്ടറിയിലാണ് നമ്മളിന്നുള്ളത്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ജൈവ വളങ്ങൾ നിർമ്മിച്ച് കർഷകരിലേക്ക് എത്തിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്ത ഒരു കമ്പനിയാണ് കൃപ ഓർഗാനിക്. ഇവിടെ തന്നെയാണ് ഈ ജൈവവളങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. ഇവിടുത്തെ മാനുഫാക്ചറിങ്ങും മറ്റു കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. സാർ നമസ്കാരം. നമസ്കാരം സാർ. സാറിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് വേണു അനിരുദ്ധൻ എന്നാണ്. ഞാൻ കൃപ ഓർഗാനിക്കിൻ്റെ MD ആണ്. ഈ സ്ഥാപനം ഒരു 80-ൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പല യൂണിറ്റുകളും വളരെ നല്ല രീതിയിൽ, തുടക്കത്തിലെ വളരെ ചെറിയ യൂണിറ്റുകളായിരുന്നു. ഇപ്പോൾ അത് അതിൻ്റെ നല്ല ഉന്നമനത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 80-ലാണല്ലേ സ്റ്റാർട്ട് ചെയ്തത്? അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല സാർ ഒരു അധ്യാപകനായിരുന്നു, റിട്ടയർമെന്റ് ആണ്. ആണല്ലേ സാർ? അപ്പോൾ ഇവിടുത്തെ വളങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര മുതലാണ്? സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 kg പാക്കിംഗ്, 2 kg പാക്കിംഗ്, 5 kg, പിന്നെ 10 കിലോ, 25 കിലോ, 50 കിലോ, അങ്ങനെയാണ് 5 ടൈപ്പ് വെറൈറ്റിയിലാണ് നമ്മൾ ബാഗിൽ വളം നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 കിലോ തുടങ്ങി 50 കിലോ വരെയുള്ള പാക്കിങ്ങുകൾ നമ്മളതിലുണ്ട്. അതിലിപ്പോൾ 1 കിലോ വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MRP എടുക്കുന്നത് 95 രൂപയാണെങ്കിലും നമ്മളതിൽ 30% 40% കുറച്ചിട്ടാണ് കർഷകന് കൊടുക്കുന്നത്. അത് ആണ് അവരുടെ ഗുണം. അപ്പോൾ കർഷകൻ നമ്മളോട് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൊണ്ടു കൊടുക്കാനായിട്ട് അവന് കുറച്ച് വളമുണ്ട്, ഒരു 3000 രൂപയുണ്ട്, 4000 രൂപയുള്ളൂ, അതങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മളത് 5-10 ആൾ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവർ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അതുപോലെ ഏജൻഷിപ്പ്, ഒരു വളത്തിന് അവർക്ക് ഏജൻഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ജൈവവളം, പച്ചക്കക്ക, പിന്നെ അതുപോലുള്ള മറ്റു അനുബന്ധമായ വളങ്ങളും അതും കൂടി ചേർക്കുകയാണെങ്കിൽ 10-30 വെറൈറ്റി വളങ്ങളുണ്ട്. നമ്മളിവിടുന്ന് ചാണകം പൊടിച്ച് പൊടിയാക്കി 50 കിലോ ഫിൽട്ടർ ചെയ്ത് അത് കൊടുക്കുന്നുണ്ട്. ആട്ടുംകാട്ടം പൊടിച്ച് പൊടിയാക്കി ഫിൽട്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കക്ക ഓയിസ്റ്റർ ഷെല്ല് പൊടിച്ച് പൊടിയാക്കി അത് നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ട് പച്ചക്കക്ക ചൗമിൽ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ടാണ് കമ്പനിയുടെ ഗ്രോത്തും അതുപോലെ തന്നെ നമ്മുടെ ഡീലേഴ്സും ഫാർമേഴ്സും അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റേറ്റ് ഉടമകളും ഒക്കെ വരുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത് വയനാടും ഇടുക്കിയും അതുപോലെ തന്നെ വടക്കൻ ജില്ലകൾ ഒക്കെയാണ് കേരളത്തിൽ കൂടുതൽ പോകുന്നത്. സാധാരണ അളവിൽക്കാൾ കൂടുതൽ ഇപ്പോൾ ഏല കർഷകരാണെങ്കിൽ ഏലത്തിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് ആസിഡ് ഇല്ലാത്ത ശുദ്ധമായ എല്ലുപൊടിയാണ്. അപ്പോൾ ആസിഡ് ഇല്ലാത്ത ശുദ്ധമായ എല്ലുപൊടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ്. നിങ്ങൾ കണ്ടതാണല്ലോ, നമ്മൾ തന്നെ പൊടിച്ച് പൊടിയാക്കി എടുത്ത് അതിൽ മജ്ജയും മാംസവും ചവും കൂടി ആഡ് ചെയ്ത് എൻറിച്ച്ഡ് ബോൺ മീൽ എന്ന് പറയുന്ന പച്ചക്കക്ക തൊട്ടടുത്ത് തന്നെ ആ ഗ്രേഡിൽ തന്നെ pH കിട്ടാവുന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല എല്ലുപൊടി. ആ നല്ല എല്ലുപൊടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ചൗ ബോൺ മീൽ എന്നാണ് പറയുന്നത്. ആ ചൗ ബോൺ മീൽ കൊടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ നേരെ താഴെ ഈ പറഞ്ഞ ചവ് കുറച്ച് കുറഞ്ഞിട്ടുള്ള എല്ലുപൊടിന് നമ്മൾ എല്ലുപൊടി ബോൺ മീൽ എന്നാണ് പറയുന്നത്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് നാട്ടിൽ കിട്ടുന്നതിൽ വേപ്പിൻ്റെ മണമാണ് കൂടുതലുണ്ടാവുക, അല്ലാണ്ട് ഗുണമല്ല. ഇതങ്ങനെയല്ല. നമ്മൾ 2 പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. കർണൽ വേപ്പിൻ പിണ്ണാക്ക്, പരിപ്പെടുത്ത് ആട്ടി അതിൽ നിന്നുണ്ടാക്കുന്ന പിണ്ണാക്ക്. ആ പിണ്ണാക്ക് നമ്മൾ വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നു. വയനാട്ടിൽ കേടുള്ള കർഷകരും കേട് വരുന്ന ചെടികൾക്കുള്ള കർഷകർക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള വ്യത്യാസം അവർക്ക് അറിയാൻ പറ്റും. അതുപോലെ ഇടുക്കിയും നമുക്ക് അതിനൊരു ഉദാഹരണമാണ്. ഇടുക്കിയിലെ കർഷകർ എന്ന് വെച്ചാൽ ആധികാരികമായി പ്രൊഡക്റ്റിനെ പഠിച്ച്
അത് അപ്ലൈ ചെയ്യുന്ന ആളുകളാണ്. ഈ രണ്ട് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുറഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് വരികയാണെങ്കിൽ അഡൾട്രേഷൻ കണ്ടമാന സാധനങ്ങൾ ഉണ്ടാവും. അതിലൊക്കെ ചേർക്കുന്ന കുരു ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും. ഈ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ പിണ്ണാക്ക് കർണൽ എന്ന് പറഞ്ഞാണെങ്കിൽ ശുദ്ധമായ മൂത്ത കുരു ഇതിൻ്റെ മുകളിലുള്ള ഉമിയും തൊലിയും കളഞ്ഞ ഉള്ളിലെ പരിപ്പ് മാത്രം എടുത്ത് ആട്ടുന്ന പിണ്ണാക്കിനെയാണ് കർണൽ പിണ്ണാക്ക് എന്ന് പറയാം. ശുദ്ധമായ വേപ്പ് പിണ്ണാക്കാണ് അത്. മറ്റുള്ള പിണ്ണാക്കിൻ്റെ ശരിക്കും പറയുന്നത് 5-1 ഉപയോഗിച്ചാൽ മതി, 5-1 4-1 ഉപയോഗിച്ചാൽ മതി. ഈ പറയുന്ന എല്ലാ കുരുവും എല്ലാം കൂടി ആട്ടിയെടുക്കുന്ന പിണ്ണാക്ക്, അതാണ് പിണ്ണാക്ക് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അതാവുമ്പോൾ നമുക്ക് ഏകദേശം മറ്റേനൊക്കെ ആകുമ്പോൾ 80-100 രൂപയ്ക്ക് ഇടയ്ക്ക് വില വരും കർണൽ പിണ്ണാക്കിന്. മറ്റാണെങ്കിൽ ഒരു 40-50 രൂപ ഇടയ്ക്ക് വില വരും എന്തിന് സാധാരണ പിണ്ണാക്കിന്. പക്ഷെ ഇതൊന്നല്ല ആളുകൾക്ക് ആവശ്യം. സൊസൈറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ സാധാരണ കടകളിൽ കിട്ടുന്ന വില കുറഞ്ഞ പിണ്ണാക്കാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അത് ഇവിടുത്തതും അതും തമ്മിലുള്ള എത്ര വ്യത്യാസം വരും പ്രൈസിൽ? ശരിക്കും പറയണമെങ്കിൽ 30% മുതൽ 40-50% വരെ വില വ്യത്യാസം വരും. സാർ ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ ഡീലർഷിപ്പ് എടുക്കണമെങ്കിൽ അതെങ്ങനെയാണ്? ഡീലർഷിപ്പ് എടുക്കാം. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് 14 ജില്ലയുണ്ട്. ഈ 14 ജില്ലയിലായിട്ട് ഏത് ജില്ല നമ്മൾ കൊടുത്ത ജില്ലയിൽ നമ്മൾ ഏജൻഷിപ്പ് കൊടുക്കില്ല. അല്ലാത്ത അതിന് തൊട്ടടുത്ത് ഇടുന്ന അല്ലെങ്കിൽ 2 കൂട്ടരും തന്നെ ഒരു കൊളീഷൻ വരാത്ത രീതിയിലുള്ള ഏജൻസിഷിപ്പാണ് കൊടുക്കുന്നത്. ഏജൻഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ജൈവവളം, പച്ചക്കക്കപ്പൊടി, അതായത് pH ബൂസ്റ്റർ, പിന്നെ നമ്മൾ വെർമി കമ്പോസ്റ്റ്, ഇത് കൂടാണ്ട് ചാണകപ്പൊടി, ആട്ടുകാട്ടം പൊടി, അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റും കൂടി 27 ഐറ്റംസ് ഉണ്ട്. ആ 27 ഐറ്റംസും നമ്മൾ പറയുന്നത് മിനിമം ഒരു 1 ടൺ എടുക്കാനാണ് പറയുന്നത്. 1 ടൺ എടുക്കുന്ന ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ഏജൻഷിപ്പ് കൊടുക്കും. ഇനി അതൊരു A ക്ലാസ് ഡീലർഷിപ്പാണ്. ആ A ക്ലാസ് ഇനിയിപ്പോൾ 1 ടൺ എടുക്കാൻ പറ്റില്ല, അത് കുറച്ച് എടുക്കാൻ പറ്റില്ല, 1/2 ടൺ എടുക്കാൻ പറ്റും. ബി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അതിന് നേർ പകുതി പൈസയ്ക്ക് കിട്ടാവുന്ന ഒരു B ക്ലാസ് ഡീലർഷിപ്പ് എടുക്കാം. ഇനി അതിനേലും കുറവാണ്, ഒരു പഞ്ചായത്തിൻ്റെ ഒരു പരിധിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിക്യാപ്ഡ് ആണ്, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഓർഡർ എടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ C ക്ലാസ് കൊടുക്കും. അതിന് നമ്മൾ പറയുന്നത് 1/4 ടണ്ണ് വീതമുള്ള ചെറിയ എല്ലാ പ്രൊഡക്റ്റുകളും വളരെ കുറേശ്ശെ എടുക്കുന്ന. അങ്ങനെ എടുക്കുന്നവർക്ക് എത്ര പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി എടുക്കേണ്ടത്? ക്വാണ്ടിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C ക്ലാസ് ഒരു ഡീലർഷിപ്പ് എടുക്കുന്ന ഒരു പാർട്ടിക്ക് എല്ലാം കൂടി ഒരു 5 ടൺ പ്രൊഡക്റ്റേ വരുള്ളൂ. 5 ടൺ. മറ്റേ ഒരു B ക്ലാസ് ഒരു ഏജൻഷിപ്പ് എടുക്കുന്ന ആൾക്ക് ഒരു 10 ടൺ വരും എല്ലാം കൂടി. ഒരു A ക്ലാസ് ആണെങ്കിൽ എല്ലാം കൂടി ഒരു 25 ടണ്ണിന് താഴെ വരും. അതാണ് ശരിക്കും ഒരു കൃഷിക്കാരന് വേണ്ടുന്ന ഒരു സ്ഥലത്ത് വന്ന് ചോദിച്ചാൽ എല്ലാം കൊടുക്കാനും ഓളി തന്നെ ഒരാൾ 10-20 ബാഗ് ഓടിച്ച് ചോദിച്ചാൽ കൊടുക്കാനുണ്ടാവുന്നത് A ക്ലാസ് ഏജൻസിയിലാണ്. അതല്ല അവർക്ക് അതിൻ്റെതായ ഇഷ്ടത്തിനനുസരിച്ചും പൈസ വരുമാനത്തിനനുസരിച്ചും അവരേലുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്കത് ചെയ്യാൻ. അതുപോലെ തന്നെ സാർ നമ്മളിപ്പോൾ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഡെലിവറിക്ക് നമുക്ക് പ്രൈസ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? അത് ജില്ല ബേസ് ആണോ? അങ്ങനെയാണ്? ഇല്ല, ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്ക് 14 ജില്ലയുണ്ട്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരമുള്ള ജില്ലയിൽ എവിടെ ചോദിച്ചാലും നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതൊരു മിനിമം ഒരു 2000-നും 5000-നും ഇടയ്ക്കുള്ള ഒരു ഓർഡർ ഉണ്ടാവണം. അവരടുത്ത് 2-3 പേരുണ്ടെങ്കിൽ നമുക്ക് പൈസ കുറച്ച് കുറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക. അതല്ല കുറച്ച് ഫാർത്തസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ആളുകളുടെ എണ്ണം കുറവായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഒരു 5000 രൂപ മുതലുള്ള ഓർഡറുകൾ ഉണ്ടെങ്കിലാണ് എത്തിച്ചു കൊടുക്കുക. സാധാരണ ഒരു വീട്ടിലെ ഒരു കർഷക ഒരു വീട്ടിൽ ഒരു 5-10 ഇതുണ്ടെങ്കിൽ അതിന് കൃഷി ചെയ്യുന്നതിന് കുറച്ച് വളം, അതായത് കുറച്ച്, അതായത് ഗ്രോ ബാഗ് കർഷകനാണ്, മട്ടുപ്പാവിലെ ജൈവ കൃഷി ചെയ്യുന്നവനാണ്, അടുക്കള തോട്ടം ഉണ്ടാക്കുന്നവനാണെങ്കിൽ അവനൊക്കെ ഒരു 10,000-3000 രൂപ വരെ ആവശ്യം വരുള്ളൂ. അതും നമ്മളിപ്പോൾ പ്യൂരിറ്റിയുള്ള സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ സാർ മറ്റൊരു കാര്യം കണ്ടു, നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി കടകളുടെ വളക്കടകളുടെ ചാക്കുകൾ ഇവിടെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ കാരണം എന്താണ്? അതായത് ഇത് ചാക്ക് ഇവിടെ ഈ കമ്പനിയിൽ 2000-ലാണ് ചാക്ക് കമ്പനി തുടങ്ങിയത്. അപ്പോൾ ഈ ചാക്ക് കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും നിറയ്ക്കാനായിട്ട് ചാക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ട്, അതായത് ഓൾ കേരള ഓർഗാനിക് മാന്യൂർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ, അതിൻ്റെ പേര് അക്കോമ എന്നാണ്. ആ അക്കോമയിൽ അംഗമായ എല്ലാവർക്കും ഈ കമ്പനി, അക്കോമയുടെ പ്രസിഡന്റ് ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് ഈ പറഞ്ഞ എല്ലാ അക്കോമയുടെ മെമ്പർമാർക്കും നമ്മളറിയാം. അപ്പം നമ്മളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു വളം നിർമ്മിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ റൈറ്റ് ടൈമിന് ചാക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു സാന്നിധ്യം നമ്മൾ ഈ യൂണിറ്റിനുണ്ട്. ചാക്ക് മാത്രമല്ല, പിന്നെ അതായത് അവരുടെ പേരിൽ തന്നെ വളവും ഇല്ല, വളം നമ്മൾ അവർ പേരില്ല, അവർക്ക് കൊടുത്തിട്ട് അവർ കൊണ്ടുപോയിട്ട് അവരുടെ റേഷ്യോ അനുസരിച്ച് മിക്സ് ചെയ്ത് കയറ്റും. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഒരു ഏകദേശം 10-20 കമ്പനിക്കാർക്ക് റോ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ആ റോ മെറ്റീരിയൽ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അവർ പലതരത്തിലുള്ള റോ മെറ്റീരിയൽ കൊണ്ടുപോകും. അതിൻ്റെ ഓരോരോ കമ്പനിക്കാരനും അവൻ്റെതായൊരു ഇഷ്ടമുണ്ട്. ആ റേഷ്യോയിൽ അവനുണ്ടാക്കും, എന്നിട്ട് അവരെ ചാക്കിൽ അവർ നിറയ്ക്കും. ചാക്ക് നമ്മളിവിടുന്ന് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. അവർക്കുള്ള ലൈസൻസ് വെച്ച് അവരത് ലൈസൻസ് നമ്പർ വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് ചാക്ക്. അത് വെച്ചിട്ട് അവർ മാനുഫാക്ചർ ചെയ്യും. എന്നാൽ സാർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള പ്രോഡക്റ്റും അതിൻ്റെ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറഞ്ഞുതരാമോ? ഇപ്പോൾ ഈ എടുക്കുന്ന എല്ല് എന്ന് പറയുന്നത് എല്ലിൻ്റെ എല്ലും എല്ലുപൊടിയും മജ്ജയും മാംസവും ചവും ചേർന്നാണ്. ഈ പ്രൊഡക്റ്റിനെയാണ് നമുക്ക് ഇനി എന്താക്കേണ്ടത്? ശരിക്കും കൃഷിക്കാരന് ഉപയോഗിക്കാവുന്ന 100 മെഷ്, 200 മെഷ്, 300 മെഷ് ആ മെഷിലേക്ക് പൊടിച്ചാക്കണം. അതിനുള്ള മിഷറിയാണ് ആ കാണുന്നത്.
അത് നമ്മൾ പൊടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ലോഡ് എടുത്തു കഴിഞ്ഞാൽ ലോഡ് അവർ കൊണ്ടുപോയി കൺവെയറിലിടും. കൺവെയറിൽ നിന്ന് അത് മിഷനറിയിലേക്ക് വരും. മിഷനറി 40 HP മോട്ടർ കറങ്ങും. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ബീറ്റേഴ്സ് അതിനെന്ത് ചെയ്യും, നല്ല രീതിയിൽ പൊടിച്ച് പുറത്ത് വരുമ്പോൾ ഇതേപോലുള്ള നൈസ് 100-നും 300-നും ഇടയ്ക്ക് മെഷറുള്ള എല്ലുപൊടി ഇവിടെ വീഴും. ഇപ്പം നമ്മളിത് ഈ മെഷീൻ ഓഫ് ചെയ്തിട്ട് പറയണമെന്നാണ് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഈ സൗണ്ട് കൊണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി, ഏറ്റവും കൂടുതൽ മജ്ജ മാംസം ചവുള്ള ഫസ്റ്റ് ക്വാളിറ്റി ചൗമീൽ എന്ന് പറയുന്നത് ഈ ക്വാളിറ്റിയാണ്. ഇതിന് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ. പ്രത്യേകിച്ച് വേര് നഷ്ടപ്പെടുന്ന ചെടികൾ, ഏലം കൃഷിക്കാർ, ഏലത്തിൻ്റെ വേരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനും റീജനറേറ്റ് ചെയ്യാനും ഈ പൊടിയാണ് അവർ ഉപയോഗിക്കുന്നത്. റൂട്ട് ഓടാനും നല്ലതായിട്ട് ഉപയോഗിക്കും. ഇത് ഇടുക്കിയിലും വയനാട്ടിലുള്ള ഏല കർഷകർ ഇതിൻ്റെ ഏറ്റവും തൊട്ട് പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ജാതി കർഷകർ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒപ്പം തന്നെ ബാക്കി എല്ലാ വിളകൾക്കും, തെങ്ങിനും നെല്ലിനും റബ്ബറിനും വാഴയ്ക്കും എല്ലാത്തിനും അത് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി. അടുത്ത പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ വലിയൊരു മിഷനറി അപ്പുറത്തുണ്ട്. ആ മിഷനറിയിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ പൊടി എന്ന് പറഞ്ഞാൽ എല്ലുപൊടി മാത്രമായിരിക്കും. പക്ഷെ ആ എല്ലുപൊടിയിൽ ചിലപ്പോൾ എന്ത് കയറി വരും, അവർ നിലത്തിട്ട് ഉണക്കിയ മണ്ണൊക്കെ കയറി വരും. അതുകൊണ്ട് 100% പ്യൂരിറ്റിയിലാണ് ആ എല്ല് അല്ലെങ്കിൽ എല്ലുപൊടി എന്ന് പറയാനേ പറ്റില്ല. അതിന് നമ്മൾ കൃപ ഓർഗാനിക് ഹെക്റ്റിക് ബോൺ മീൽ എന്ന് പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ആ ഹെക്റ്റിക് ബോൺ മീൽ എന്ന് പറയുമ്പോൾ അതിന് ഇതിനേക്കാളും ഒരു 20% വില കുറച്ചിട്ടാണ് നമ്മൾ ഹെക്റ്റിക് ബോൺ മീൽ കൊടുക്കുന്നത്. ഇതിന് ഏകദേശം കിലോയിന് 44 മുതൽ 64 രൂപ വരെ ഇതിന് വിലയുണ്ട്. ക്വാളിറ്റി ഉണ്ട്. ഹെക്റ്റിക് ആകുമ്പോൾ ഒരു 35 രൂപ തുടങ്ങി 45 രൂപയുടെ ഇടയിൽ അത് നിൽക്കും. ഇപ്പം ഇതിൽ നിന്ന് ഈ കിട്ടുന്ന എല്ല് പൊടിക്കുന്നതിൽ നമ്മൾ ജൈവവളം ഉണ്ടാക്കുന്നതിന് വേണ്ടപ്പെട്ട 2, 3, 4 പ്രൊഡക്റ്റുകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഉദാഹരണമായിട്ട് ഒന്ന് എല്ലുപൊടി കിട്ടും, പിന്നെ കുറച്ചും കൂടി വലിപ്പമുള്ള കലർന്നിട്ടുള്ള എല്ലുപൊടി കിട്ടും, പിന്നെ ചൗമീൽ കിട്ടും, മജ്ജ കിട്ടും, മാംസം കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കിട്ടുമ്പോൾ ഒരു ജൈവവള നിർമ്മാണത്തിന് സാധാരണ വേണ്ടി വരുന്നതിൽ പ്രധാനപ്പെട്ട സാധനം എന്ന് വെച്ചാൽ മജ്ജ, മാംസം, ചവ് ആൻഡ് എല്ലുപൊടിയാണ്. ആ 4 പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് കിട്ടും. അതുകൂടാണ്ട് നമുക്കിപ്പോൾ എല്ല് പൊടിച്ച് വരുന്ന ബാക്കിയുള്ള സാധനങ്ങൾ കൂടാതെ അതിൽ ചേർക്കാനുള്ള ബയോ പൊട്ടാഷ്, ബയോ കമ്പോസ്റ്റ്, അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന വേറെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കപ്പലിലെ പിണ്ണാക്ക്, ആവണക്കം പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക്, അങ്ങനെ എല്ലാ ജൈവവളങ്ങളും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നതിനെ ഒരു 12 കൂട്ടം പിണ്ണാക്ക് എന്ന് പറഞ്ഞൊരു ജൈവവളമായിട്ട് നമ്മൾ മാറ്റുകയാണ്. അത് കർഷകരുടെ ഇടയിൽ ഭയങ്കര ഗുണമാണ്. കാരണം അന്യം നിന്നുപോയ പല സൂക്ഷ്മജീവികളെയും വീണ്ടും നല്ല രീതിയിൽ പടുത്തുയർത്തിക്കൊണ്ടുവരാനായിട്ട് ആ 10 കൂട്ടം പിണ്ണാക്കിന് കഴിയുന്നു എന്നുള്ളതാണ് അതിന് കാരണം. അത് ജൈവവളത്തിൻ്റെ ഒരു നല്ല ജൈവവളക്കൂട്ടായിട്ട് വരുന്നു. ആ ജൈവവളക്കൂട്ടത്തിൻ്റെ പേര് അഗ്രോ ബയോമിൽ പ്ലസ് എന്നാണ്. പ്ലസ് എന്ന് പറയുന്നത് എന്ത് തന്നെ നിങ്ങൾക്ക് ദോഷമുണ്ടോ അതിനൊക്കെ പോസിറ്റീവാക്കി മാറ്റാനായിട്ട് അതിന് കഴിയും. അതുകൊണ്ടാണ് അഗ്രോ ബയോമിൽ പ്ലസ്. തൊട്ട് താഴെ അഗ്രോ ബയോമിൽ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ അഗ്രോ ബയോമിൽ സൂപ്പർ ഉണ്ട്, ഹെക്റ്റിക് നാച്ചുറൽ എന്ന് പറയുന്നൊരു കൂട്ടുണ്ട്. അങ്ങനെ 4-5 ടൈപ്പ് ജൈവവളങ്ങളാണ് നമ്മളിവിടെ ഈ കമ്പനിയിൽ നിർമ്മിക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ എല്ലുണ്ട്, മജ്ജുണ്ട്, മാംസമുണ്ട്, ചവുണ്ട്. ഇത് നമ്മൾ പൊടിച്ചിട്ടാണ് ഈ പൊടിയിലെ ഈ രൂപത്തിലേക്ക് നൈസാക്കി എടുക്കുന്നത്. അപ്പൊ ഈ പ്രോസസ്സിൽ നിന്ന് ഈ പ്രോസസ്സിലേക്ക് മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം ഈ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഡ് ചേർക്കാത്ത പുഴുങ്ങിയെടുത്തത് കൊണ്ടും അത് പ്രോസസ് ചെയ്യാൻ വെച്ചുകൊണ്ടാണ് ഇതിലെന്തുള്ളത്, മജ്ജയും മാംസവും ചവും ഉള്ളത്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പൊടികളിൽ പലതിലും എന്തില്ല, മജ്ജയും മാംസവും ചവും ഇല്ല, ഇതേപോലെ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കറിയാം ഇതിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതായത് ഇതിൽ സൂക്ഷ്മമൂലകങ്ങളായ ഇരുമ്പ്, ചെമ്പ്, മാംഗനീസ്, സിങ്ക്, ബോറോൺ, മോളിബിഡിനം തുടങ്ങിയ എല്ലാ മൂലകങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രൊഡക്റ്റും ഈ പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം ഈ പ്രൊഡക്റ്റിൽ നിന്ന് ആ പ്രൊഡക്റ്റിലേക്ക് ആക്കിയെടുക്കാനുള്ള പ്രോസസ്സ് നമ്മൾ കണ്ട മിഷനറി പ്രോസസ്സാണ് അതിൽ പ്രധാനം. ഈ പ്രോസസ്സിന്റെ പ്രത്യേകത മറ്റുള്ള പോലെ ആസിഡ് ചേർക്കാത്തതുകൊണ്ട് കളർ ഉണ്ടാവില്ല പൊടിക്ക്. ആസിഡ് ചേർക്കുന്ന പൊടിക്കാണ് കളർ ഉണ്ടാവില്ല. ഇത് ആസിഡ് ചേർക്കാത്ത പൊടി, അതിന് കളർ കുറവായിരിക്കും. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ പൊടി ഇടുന്നതിൻ്റെ 1 ഇരട്ടിയല്ല, 2 ഇരട്ടിയല്ല, 3 ഇരട്ടി റിസൾട്ട് നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഗുണം. ഈ ചൗമീൽ എല്ലുപൊടി ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത് ഫൈബ്രസ് റൂട്ടുള്ള ഏലത്തിന് നല്ല റിസൾട്ടാണ്. ഏലത്തിന് ഏറ്റവും റിസൾട്ട് ഏലത്തിനുണ്ട്. പിന്നെ ജാതി കർഷകർ, നട്ടുമഗ് ജാതി കർഷകരുടെ ജാതിപത്രിയുടെ കനം കൂട്ടാനും അതിന് ഏറ്റവും കൂടുതൽ എണ്ണം കൂടുതൽ പിടിക്കാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തെങ്ങ് കർഷകർ, ജാതി കർഷകർ, അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്കാർ, അതുപോലെ നമ്മൾ വാഴ കൃഷിക്കാർ എന്ന് വേണ്ട കൃഷിക്ക് ഉപയുക്തമായിട്ടുള്ള
ഉപയോഗപ്രദമായിട്ട് ഏതൊക്കെ കൃഷികൾ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന കർഷകനുണ്ടോ ഏതിലും ഉപയോഗിച്ചാലും എന്ത് കിട്ടും? എല്ലുപൊടിക്കും മജ്ജയ്ക്കും മാംസത്തിനും ചവിനും അതിൻ്റെതായ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലുപൊടി എല്ലാത്തിലും ഉപയോഗിക്കാം, എല്ലാത്തിലും ബേസിക്കായിട്ട് ഉപയോഗിക്കാം. നൈട്രജൻ ഫോസ്ഫറസും മാത്രമാണ് അതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത്. കൂടാതെ ഓർഗാനിക് എല്ലുപൊടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അത് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ അതിൽ സൂക്ഷ്മ മൂലകങ്ങൾ എല്ലാം അടങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രൈമറിയും സെക്കൻഡറിയും മാത്രമല്ല കിട്ടുക, ട്രിഷറി മാത്രമല്ല കിട്ടുക, കൂടാതെ ഓർഗാനിക്കിൻ്റെതായ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾ വേപ്പൻ പിണ്ണാക്കിൻ്റെയും അതുപോലെ അഗ്രോബൈലിൻ്റെയും 1 kg പാക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതെ. ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഈ പിണ്ണാക്ക് എന്ന് പറയുന്ന വസ്തു, ഈ കാണുന്ന പിണ്ണാക്ക് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പിണ്ണാക്കാണ്. ഈ പിണ്ണാക്കിൽ ഉപ്പില്ല, അതുപോലെ തന്നെ മറ്റുള്ള റോ മെറ്റീരിയൽസ് അല്ലാതെ വേറെ ഒരു അഡൾട്രേഷൻ മെറ്റീരിയൽസ് ചേർന്നിട്ടില്ല എന്ന് ഉറപ്പ് വന്നുകൊണ്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. ആ പാക്കിംഗ് മെറ്റീരിയൽസിൽ ഇപ്പോൾ സാധാരണ പിണ്ണാക്കെന്ന് പറയുമ്പോൾ വേപ്പിൻ്റെ തൊലി ഉണ്ടാവും, ഉമി ഉണ്ടാവും, വേപ്പിൻ്റെ കുരു ഉണ്ടാവും, അങ്ങനെ 3 സാധനങ്ങളുണ്ടാവും. ഈ 3 സാധനങ്ങളുള്ളതിനെ നമ്മൾ പിണ്ണാക്കുന്നേ പറയുള്ളൂ. അപ്പം ഇത് 3-ൽ തൊലിയും ഉമിയും കളഞ്ഞ് കൊട്ടറയ്ക്ക് ആട്ടി പൊടിച്ചെടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കെർണൽ. അപ്പോൾ കെർണൽ വേറെയാണ്, പിണ്ണാക്ക് വേറെയാണ്. ഇതാണ് വേപ്പൻ പിണ്ണാക്ക്. നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. കർഷകർക്ക് ഉണ്ടാകുന്ന കേടും അതുപോലെ തന്നെ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ അങ്ങനെ വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി കളയാനായിട്ട് സാധിക്കും. ഇത് എങ്ങനെ പ്രൈസ്? 1 കിലോയിന് ഇപ്പം നമുക്ക് 39 രൂപ പ്ലസ് ടാക്സ്, 44 രൂപ ടാക്സ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അത് ഹോൾസെയിൽ റേറ്റ് ആണ്. റീറ്റെയിൽ ആകുമ്പോൾ അതിനേലും വില കൂടും. ഇപ്പോൾ ഒരു റീറ്റെയിൽ എന്ന് പറയുമ്പോൾ അത് വിട്ടിട്ട് ഒരു 20% 10% മുതൽ 20% വരെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് വിലയിൽ കുറച്ച് വ്യത്യാസം. നമ്മൾ സാധാരണയായിട്ട് പെർലൈറ്റ്, ക്ലേ ബോൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ പെർലൈറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് ആ വെളുത്ത് കാണുന്നത്. പെർലൈറ്റ് ചേർത്തിട്ടുള്ള ചെടിയുടെ വേര് കൂടുതൽ പിടിക്കാൻ ആവശ്യമുള്ള എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഉങ്ങിൻ പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക്, ഇതൊക്കെ കൂടാതെ ഹ്യൂമിക് ആസിഡ്, ഫൾവിക് ആസിഡ്, സീവീഡ് എക്സ്ട്രാക്ട്, ഇതൊക്കെ കൂടി കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു ജൈവവളമാണ് ഈ എടുക്കുന്നത്. ഇതിന്റെ അഗ്രോ ബയോമീൽ എന്നാണ്. ബയോമീൽ പ്ലസ് അല്ല, ഹെക്ടിക് അഗ്രോ ബയോമീൽ എന്നാണ് പേര്. ഇത് റൂട്ട് ഓടാനും കായ്ഫലം കിട്ടാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കും. ഇത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ചെടികൾക്കും. ജൈവവളത്തിന് അങ്ങനെ പ്രത്യേകത ഇന്ന ചെടികളെന്നൊന്നുമില്ല, എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് നിങ്ങൾ ഇവിടെ പ്രൈസ് കൊടുക്കുന്നത്? ഒരു കിലോ ജൈവവളം സാധാരണയായിട്ട് ഈ പറയുന്നതാണ്. അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് 35 മുതൽ 45 രൂപ വരെ ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് തന്നെ. ഇതിപ്പോ നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണം ഈ റേറ്റ്? അല്ല, ഈ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ആൾക്ക്, ഒരു കർഷകന് ഒരു 5000 രൂപ വരെ വളം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ DP റേറ്റിൽ, ഡീലർ പ്രൈസ് റേറ്റിൽ അവന് കൊടുക്കാനായിട്ട് സാധിക്കും. 5000 രൂപ വരെ വളം ഉണ്ടെങ്കിൽ ഏത് വളമാണെങ്കിൽ 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കാൻ പറ്റും. ഹോൾസെയിൽ റേറ്റിന് കൊടുക്കാൻ പറ്റും. ഇതാണ് അഗ്രോ ബയോമീൽ പ്ലസ് എന്ന് പറഞ്ഞത്. ഇതല്ലേ? അത് അഗ്രോ ബയോമീൽ വരെ ഉള്ളൂ. പ്ലസ് ഇതാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാ സാധനവും നമുക്ക് ഓരോരുത്തരെ വരുമ്പോൾ പാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കും. ഇതിൻ്റെ പേര് ഹെക്ടിക് അഗ്രോ ബയോമീൽ പ്ലസ് എന്നാണ്. ഇതിൽ അത് കൂടാതെ നമ്മൾ പറഞ്ഞ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഉങ്ങിൻ പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക്, കപ്പലി പിണ്ണാക്ക്, അങ്ങനെ അതല്ലാതെ സാധാരണയായിട്ട് അത് വിട്ടിട്ട് ഇതിലെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഹ്യൂമിക് ആസിഡ്, ഫൾവിക് ആസിഡ്, സീവീഡ് ഇതിൻ്റെ അളവ് നമ്മൾ കൂടുതൽ കൂട്ടും. അതിൻ്റെ കാരണം അത് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിക്ക് സാധാരണയായിട്ടുണ്ടാകുന്ന pH-ന്റെ പെർസെൻറ്റേജ് കൂടി വരും. അപ്പോൾ ചെടിക്ക് പച്ചനിറം നല്ലതായിട്ട് നിലനിർത്താൻ പറ്റും. ചെടിക്ക് എത്ര നാൾ പച്ചനിറം കൂടുതൽ നിലനിർത്താൻ പറ്റുന്നുവോ അത്രയും നേരം അതിന് പ്രകാശ സംശ്ലേഷണം വഴി സൂര്യനിൽ നിന്ന് പ്രകാശം വലിച്ചെടുത്തിട്ട് ആ പ്രകാശ സംശ്ലേഷണം വഴി ചെടികൾക്ക് അതിന് വേണ്ട ഭക്ഷണങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. സാർ, ഇവിടെ വരുന്ന ഈ സ്റ്റോക്കുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ എപ്പോഴും ക്യൂ ആണ് ഇവിടെ. അത് വണ്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു കർഷകൻ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ വന്നോളാൻ പറയാം. അപ്പോൾ ചിലപ്പോൾ വരുമ്പോൾ 1, 2, 3 വണ്ടികൾ ഒരുമിച്ചാവുന്നതുകൊണ്ടാണ് തോന്നുന്നത്. അല്ലാതെ അത്ര ഭയങ്കര തിരക്കൊന്നുമല്ല. നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ദിവസം 20 ടണ്ണോളം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 20 ടൺ. ആ 20 ടണ്ണും നമുക്ക് ഒരു വിധം വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ ഓരോരുത്തർക്കും കൊടുക്കുക. വന്നോ എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് അവർ വരുന്നു, കൊണ്ടുപോകുന്നു. നമ്മുടെ വണ്ടിയിൽ കൊടുക്കാനുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യണം, എവിടെയൊക്കെ സപ്ലൈ ചെയ്യണം, എങ്ങനെ സപ്ലൈ ചെയ്യണം, അതിൻ്റെ ടോട്ടൽ എത്ര കിലോ വരുന്നുണ്ട് അതുകൂടി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ വില എന്ന് പറയുന്നത് ഏറ്റവും ജൈവ കർഷകരാണെങ്കിൽ അവർക്ക് ഉമിക്കരി വേണം. അപ്പോൾ ഉമിക്കരി തുടങ്ങി നമുക്ക് ചെയ്യാൻ പറ്റും. 10 രൂപ 1 കിലോന് കിട്ടുന്ന ഉമിക്കരി ഉണ്ട്. അതുപോലെ തന്നെ എഗ്ഷെൽ പൗഡർ, ജൈവ കർഷകർക്ക് പെർലൈറ്റിന് പകരം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എഗ്ഷെൽ പൗഡർ. അതൊക്കെ
നമ്മൾ 10 രൂപ തുടങ്ങി അങ്ങോട്ട് മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. 1 കിലോയിന് 100 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകളും കമ്പനിയിലുണ്ട്. 100 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഏറ്റവും കുറഞ്ഞ 100 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഇനിയിപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മുടെ ഈ pH ബൂസ്റ്റർ ഒന്ന് പരിചയപ്പെടാം. ഇത് കംപ്ലീറ്റ് pH ബൂസ്റ്ററാണ്. pH ബൂസ്റ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര വലിപ്പമുള്ള കക്കകളാണ്. ഭയങ്കര വലിപ്പമുള്ള ഒരു കക്ക കണ്ടില്ലേ? ഒരു കക്ക ഇതിപ്പോൾ 1/2 കിലോ കൂടുതലുണ്ട് ഒരു കക്ക. വലിയ കക്കകളാണ്. ഇതിനെ മലയാളത്തിൽ പറയാം മുരിങ്ങക്കക്ക എന്നാണ് പറയുക. ഈ മുരിങ്ങക്കക്കയാണ് ഓയിസ്റ്റർ ഷെൽ പൗഡർ. ഇതാണ് നമ്മൾ പച്ചക്കക്ക pH ബൂസ്റ്റർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിലൊക്കെ ഈ കാണുന്ന ഇങ്ങനെയാണ് അവസാനം ഈ പ്രൊഡക്റ്റ് ഇതേപോലെ pH ബൂസ്റ്ററായിട്ട് പുറത്തേക്ക് വരും. ഇത്രയും ഭംഗിയുള്ള ഒരു പാക്കറ്റായിട്ട് മാറും. കാണുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ള സാധനമാണ്. കാലുമ്പ് വീണാൽ കാല് മുറിഞ്ഞു പോകും, കൈമ പിടിച്ചാൽ കൈ മുറിഞ്ഞു പോകും. അങ്ങനെയുള്ള കക്കേനെ നമ്മൾ സോഫ്റ്റിൽ ചെടികൾക്ക് ഇടാവുന്ന രീതിയിലും ജലം ശുദ്ധീകരിക്കണമെങ്കിൽ ജലശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ pH ബൂസ്റ്റർ പച്ചക്കക്കപ്പൊടി കൊടുക്കുന്നുണ്ട്. ഈ പച്ചക്കക്കപ്പൊടി ഉപയോഗിക്കുന്ന കർഷകർക്ക് ഉള്ള ഗുണം എന്ന് വെച്ചാൽ മണ്ണിൻ്റെ pH അറിയാനായിട്ട് ടെസ്റ്റ് ഡോസും കൂടിയാണ്. മണ്ണിലിപ്പോൾ pH 7 ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ഇത് മണ്ണുമായിട്ട് കലക്കി വെച്ചാൽ മണ്ണിൽ അലിയണില്ലെങ്കിൽ മണ്ണിൻ്റെ pH 7 അത് കലക്കി വെച്ച സാധനം നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ ഒന്നും കാണുന്നില്ല. കലക്കി വെച്ചതിൽ നമ്മുടെ പച്ചക്കക്ക കാണുന്നില്ലെങ്കിൽ നമ്മുടെ pH വളരെയധികം താഴെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് അത് തിരിച്ചറിയാൻ പറ്റുക. പിന്നെ സാർ ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം എങ്ങനെയാണ് നമ്മുടെ കർഷകർ ഇതൊരു വിശ്വാസ്യം നേടിയെടുക്കുന്നത്? കാരണം ഇങ്ങനെ ഒരു വളം സാറ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്? അതായത് പച്ചക്കക്ക ഇതേപോലെ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ കാർഡമം റിസർച്ച് അസോസിയേഷൻ ഐക്കാർ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെയൊക്കെ റാൻഡം ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ മാസത്തിലും നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് അയക്കും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഉണ്ട് ഒരു ISO സർട്ടിഫിക്കേഷനുള്ള നല്ലൊരു ലാബുണ്ട്. ആ ലാബിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ലാബിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ പോരാന്നുള്ള നിലയ്ക്ക് നമ്മൾ പുറത്തെ ലാബിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള റബ്ബർ ബോർഡ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഐക്കാർ, അവിടെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. സാർ നമുക്ക് ഇപ്പോൾ ഈ കർഷകർക്ക് ഡയറക്റ്റ് ഇവിടെ ഒന്ന് വളം മേടിക്കാൻ ഡീലേഴ്സ് ഇല്ലാതെ നമുക്ക് എങ്ങനെ കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാം? അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ കേസിൽ വളരെയധികം കർഷക കൂട്ടായ്മകൾ, അതായത് നെല്ല് സംരക്ഷണ സമിതി, തോട്ടവിള വികസന സമിതി, അതുപോലെ തന്നെ റബ്ബർ ബോർഡിനോട് റബ്ബർ ബോർഡിൻ്റെ സമിതികൾ, അതുപോലെ തന്നെ തോട്ടവിളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തോട്ടവിള ഏജൻസികൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഏജൻസികൾക്കും നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും. വിവിധ കർഷക സംഘടനകളാണ്. ആ സംഘടനകൾക്ക് നമ്മൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. അവർ കൊണ്ടുപോകുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വരുമ്പോൾ നമ്മളതിലുള്ള 1-2 പ്രൊഡക്റ്റുകൾ സാമ്പിളായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് അത് 1 ചെടിക്കോ 2 ചെടിക്കോ 5 ചെടിക്കോ അപ്ലൈ ചെയ്യുമ്പോൾ ആ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അവർക്ക് അവരോട് തന്നെ ആ ഫ്ലോട്ടിൽ ടെസ്റ്റ് ചെയ്ത റിസൾട്ടിലൂടെ ബാക്കിയുള്ള വളങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളിവിടെ ഒരു റബ്ബർ ബോർഡിന് പറഞ്ഞിട്ട് റബ്ബർ മിക്സ് മേടിക്കാൻ വരുന്ന ഒരു പാർട്ടിയാണെന്ന് വെക്കുക. ആ റബ്ബർ മിക്സ് മേടിക്കുന്ന പാർട്ടിക്ക് പ്രൈമറി ആണ് റബ്ബർ മിക്സ്, സെക്കൻഡറി എന്ന് പറയുന്നത് പച്ചക്കക്കയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കക്ക അവർക്ക് ഫ്രീ കൊടുക്കും. പിന്നെ ട്രീഷറി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഹ്യൂമിക് ആസിഡ്, ഫൾവിക് ആസിഡ്, സീവീഡാണ്. അത് ബൂസ്റ്റ് ചെയ്യാനുള്ളത് അത് നമ്മൾ സാമ്പിളായിട്ട് കുറച്ച് കൊടുക്കും. അപ്പോൾ അവർക്ക് അത് യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയൊക്കെ അവർക്ക് ഗുണം കിട്ടുന്നു മനസ്സിലാക്കി അടുത്ത സാധനം മേടിക്കുമ്പോൾ ഇത് ഇത്ര ടൺ വേണം, അത് ഇത്ര ടൺ വേണം, മറ്റേത് എത്ര വേണ്ടി വരും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അളവും കൃത്യമായിട്ടുള്ള ഉപയോഗക്രമവും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ യഥാർത്ഥ ഒരു ഗ്രോത്ത് കണ്ടതിന് ശേഷം നിങ്ങൾ അത് മേടിച്ചാൽ മതി അല്ലേ? അത് മതി. അതാ സാർ, ഇതാണ് അപ്പോൾ 10 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 10 രൂപ ഉമിക്കരിയാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതിപ്പോൾ സാധാരണയായിട്ട് വേര് നഷ്ടപ്പെട്ട ചെടികൾ അവർ ആസിഡുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ മണ്ണിന്റെ pH ഭയങ്കരമായിട്ട് കുറയും. pH കുറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അതിന് pH കൂട്ടിയാലേ പറ്റുള്ളൂ. pH കൂട്ടാനായിട്ട് ആദ്യം ബേസ് ഓർഗാനിക് കാർബണിന്റെ പെർസെൻറ്റേജ് കൂട്ടണം. ഓർഗാനിക് കാർബൺ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഉമിക്കരി അതിൽ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത്. വിതരണത്തിനായിട്ട് എത്ര കിലോ മുതലുള്ള പാക്കിംഗ് ഉണ്ട് ഇവിടെ? പാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ, 2 കിലോ, 5 കിലോ, 10 കിലോ, 25 കിലോ, 50, 40 കിലോ, 50 കിലോ, അങ്ങനെ 7 ടൈപ്പ് പാക്കിംഗ് ഉണ്ട് നമ്മുടെ. 1 കിലോയുടെ കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ വെച്ചിട്ട് അതൊന്ന് കാണാമല്ലോ നമുക്ക്. അത് കാണുന്നതിന് കുഴപ്പമില്ല. ഇത് 1 കിലോ പാക്കിംഗ് ആണ്. 1 കിലോയിൽ ഏറ്റവും കൂടുതൽ പോണ സാധനം ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണൽ വേപ്പ് പിണ്ണാക്ക് ഏറ്റവും നന്നായിട്ട് പോകുന്നുണ്ട്. കർണൽ വേപ്പ് പിണ്ണാക്ക് ഇതാണ് കർണൽ വേപ്പ് പിണ്ണാക്ക്. കാരണം അതിന് വില കൂടുതലായതുകൊണ്ട് അതിന് ഗുണമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്യും? ആദ്യം ചെറുത് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിട്ട് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഉപയോഗിക്കും. ഈ കർണൽ പിണ്ണാക്കിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ കേടുള്ള പുഴുവുള്ള ഒരു ചെടിയാണെങ്കിൽ ഈ വെള്ളം തലേദിവസം
ഈ വെള്ളത്തിൽ ഈ പിണ്ണാക്ക് ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ചെടിയുമ്പോൾ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുഴു വരെ എന്ത് ചെയ്യും, നശിച്ചു പോകും. ഒഴിക്കാണ്. അതാണ് കർണൽ പിണ്ണാക്ക്. ഇത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ശരി. അടുത്ത നമുക്ക് അതിന്റെ തന്നെ കർണൽ വേപ്പ് പിണ്ണാക്ക് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വെറും വേപ്പ് പിണ്ണാക്കാണ്, നീം കേക്ക്. സാധാരണ നമ്മൾ പറഞ്ഞ പിണ്ണാക്കാണ് നീം കേക്ക് അല്ലേ. ഇതിന്റെ യൂസ് ഇത് സാധാരണ നമ്മൾ കണ്ട കർണലിന്റെ അത്രയ്ക്ക് റിസൾട്ട് ഒന്നുമല്ല. സാധാരണ കിട്ടുന്ന തൊലിയും ഉമ്മിയും ഉള്ള പിണ്ണാക്ക് അല്ല കുരു നമ്മൾ മെഷീനിലിട്ട് ആട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ അതിന് ക്വാളിറ്റി മറ്റേതിന്റെ പകുതി താഴെ വരുള്ളൂ. അപ്പോൾ ഇതിന്റെ പ്രൈസും തമ്മിൽ വ്യത്യാസം വരും. ഇത് കിലോ നമ്മൾ 44+ കൊടുക്കുമ്പോൾ ഇതിന് നമ്മൾ 80 രൂപയോളം വില വരുന്നുണ്ട് അതിന്. അതാണ് അതിന്റെ ഏകദേശം ഇരട്ടി വില വരും. ഇനി നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നത്, നമുക്ക് വേണമെങ്കിൽ എല്ലുപൊടി 2 ടൈപ്പാണ് ഉള്ളത്. എല്ലുപൊടി ബോൺമീൽ 1 ചൗമീൽ 1 ഇതാണുള്ളത്. ചൗമീൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അതായത് എൻറിച്ച്ഡ് ആണ്. ഇതിൽ എല്ലുപൊടി മാത്രമല്ല, ഈ കൂടെ മജ്ജയുണ്ട്, മാംസമുണ്ട്, ചവുണ്ട്, അങ്ങനെ എല്ലാം കൂടി ചേർന്ന എല്ലുപൊടിയെ പറയുന്ന പേരാണ് ചൗമീൽ. അതിൽ മജ്ജയും മാംസവും കുറയുകയും ചെയ്യും. അല്പം ചിലപ്പോൾ ആദ്യം നേരിട്ട് പൊടിക്കുന്നതിൻ്റെ പേരിൽ ലേശം മണ്ണൊക്കെ കയറി വരാറുണ്ട്. അതിനെയാണ് നമ്മളെന്ത് ബോൺമീൽ എന്ന് പറയാറ്. അപ്പോൾ അതിനേക്കാളും ഒരു 30, 40, 50% ക്വാളിറ്റി കൂടുതലാണ് ഇതിന് ചൗമീൽ എല്ലുപൊടിക്ക്. ഇതിന്റെയും പ്രൈസിന് വ്യത്യാസമുണ്ട്. അതുപോലെ 30-40% വിലയിൽ വ്യത്യാസമുണ്ട്. അടുത്ത് നമുക്ക് പരിചയമുള്ളത്, നമുക്ക് പരിചയപ്പെടാണെങ്കിൽ ആട്ടുംകാട്ടം പൊടിച്ച പൊടിയും ചാണകം പൊടിച്ച പൊടിയാണ്. രണ്ടും നമ്മളങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് ചാണകപ്പൊടി നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെയാണ്. ചാണകം നമുക്ക് പാലക്കാട് ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ എല്ല് സംഭരിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ശരിക്കും ഡിം ലൈറ്റിൽ, അതായത് ഷെയ്ഡ് ലൈറ്റിൽ ചാണകം കൂട്ടിയിട്ട് കോഴിയുടെ ഒരു വലിയൊരു കൂമ്പാരാണ്. അവർ കൊത്തി ഇളക്കി എല്ലാം ശരിയാക്കി ഒരു പരിധി വരെ ഉണക്കി തരും. പിന്നെ അത് കൂടാണ്ട് ഉണങ്ങണേനനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പൊടിക്കും. ആട്ടുംകാട്ടും അതെ പൊടിച്ചാൽ മാത്രമേ അതിനെന്തുള്ളൂ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് മണി വെള്ളത്തിൽ കലങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ആട്ടുംകാട്ടും ചാണകപ്പൊടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കുള്ളത് വെർമി കമ്പോസ്റ്റ് ആണ്. വെർമി കമ്പോസ്റ്റ് അതായത് നമ്മളെ ചെറിയ ഞാഞ്ഞൂളുകളെ വളർത്തി അതിൽ നിന്ന് എടുക്കുന്ന വളം പൊടി മിഷനിൽ പൊടിയാക്കി എടുക്കുന്നതാണ് വെർമി കമ്പോസ്റ്റ്. വെർമി കമ്പോസ്റ്റ് നല്ല രീതിയിൽ ജൈവ കർഷകർ യൂസ് ചെയ്യുന്നതാണ്. ചെടികൾക്ക് വേര് പിടിക്കാനും മറ്റേനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് പാക്കേജ് 1 കിലോ എത്ര വരുന്നത്? 1 കിലോയിന് വെർമി കമ്പോസ്റ്റിന് നമുക്കൊരു 33 രൂപയാണ് അതിന്റെ DP റേറ്റ് വരുന്നത്. അതിപ്പോൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ പിന്നെ 1 കിലോ പാക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് 50 കിലോ കൊടുക്കാൻ പറ്റും. അപ്പോൾ 20 രൂപയ്ക്കായിട്ട് കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കുള്ളത് pH ബൂസ്റ്ററും അതുപോലെ തന്നെ ലൈം പൗഡറും ഡോളോമേറ്റും ആണ്. 3 ഒരു വെറൈറ്റിയിലുള്ളതാണ്. ഈ പറഞ്ഞ 3നും കാൽസ്യം കാർബണേറ്റ് ആണ്. അതായത് ഡോളോമൈറ്റ് ആയാലും ലൈം പൗഡർ ആണെങ്കിലും pH ബൂസ്റ്റർ ആണെങ്കിലും. അതിൽ pH ബൂസ്റ്റർ ആണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായൽക്കക്കയും കടൽക്കക്കയും കൂടി ജോയിൻ ചെയ്യുന്ന, അല്ല കടലും കായലും ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഓയിസ്റ്റർ ഉള്ളത്, മുരിങ്ങയുള്ളത്. അവിടെ നിന്ന് എടുത്ത് പൊട്ടിക്കുന്ന പൊടി ആയതുകൊണ്ട് അതിൽ കുറച്ച് മൈക്രോ ന്യൂട്രിയൻ്റ് ഒക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് ആണ് കൂടുതൽ റിസൾട്ട്. അതുകൊണ്ടാണ് pH ബൂസ്റ്ററായിട്ട് മുരിങ്ങക്ക ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബേൺഡ് ലൈനാണ്. ഈ pH ബൂസ്റ്ററും ഡോളോമൈറ്റ് എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ആണ്. ഡോളോമൈറ്റും pH ബൂസ്റ്ററും കാൽസ്യം കാർബണേറ്റ് ആണ് രാസനാമം. ലൈം പൗഡർ എന്ന് പറയുമ്പോൾ മാറി, അത് ബേൺ ചെയ്യാണ്, കത്തിക്കാണ്. അപ്പോൾ കാർബണേറ്റ് മാറിയിട്ട് ഹൈഡ്രോക്സൈഡ് ആവും. അപ്പോൾ ലൈം പൗഡർ എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ കാൽസ്യം ആവുന്നതും കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ലൈം പൗഡർ ആവുന്നതും ഉപയോഗിക്കാതിരിക്കുക. ചൂടാവും, മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ചൂടാവുന്നതുകൊണ്ട് അത് ഉപയോഗിക്കാണ്ടിരിക്കുക. ഈ ലൈം പൗഡർ pH ബൂസ്റ്ററോ അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഉപയോഗിക്കാം. ഡോളോമൈറ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്, ഒരു പാറയിലുള്ള കാൽസ്യം കാർബണേറ്റ് ആവില്ല അടുത്ത പാറയിൽ. പാറ പൊടിച്ച് വരുന്ന പൊടിയാണ് എന്ത് ഡോളോമൈറ്റ്. അപ്പോൾ അതിന് ക്വാളിറ്റിയിൽ എന്ന് വെച്ചാൽ ഒരു പാറയിലുള്ള കാൽസ്യം കാർബണേറ്റ് ആവില്ല അടുത്ത പാറയിൽ. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് ചെയ്യാത്തത്, ബൂസ്റ്റ് ചെയ്യാത്തത്. ഇതിലാവുമ്പോൾ കിട്ടുന്നതെല്ലാം ഒരേപോലെ ഇരിക്കും. അതുകൊണ്ടാണ് pH ബൂസ്റ്ററിനെ നമ്മൾ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം. ഇതിൽ ഇപ്പോൾ കാണുന്ന ഈ സാമ്പിൾ പാക്കറ്റുകൾ ഒരു കർഷകൻ നമ്മുടെ ഫാക്ടറി കാണാൻ വരികയാണ്. അപ്പോൾ അവനത് ഇട്ട് നോക്കാനായിട്ട് കുറച്ച് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവരും കാറായിട്ടും ടെമ്പോ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ അസോസിയേഷൻ, മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പോലെ തന്നെ ഫാർമേഴ്സ് അസോസിയേഷൻസ് ഒക്കെ ഇവിടെ വരാറുണ്ട്. അവർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്കുള്ള വളങ്ങൾ കൊടുക്കും. ഇതിപ്പോൾ നമ്മുടെ ജൈവവളക്കൂട്ടാണ്, ഗാർഡൻ ഉപയോഗിക്കുന്നതാണ്. ഇതിന് നമ്മളെ വലിയ ചാക്കാവുമ്പോൾ അതിൻ്റെ പേര് ഹെക്ടിക് അഗ്രോ ബയോമീൽ എന്നാണ് അതിൻ്റെ പേര്. ഹെക്ടിക് അഗ്രോമീലിൻ്റെ ചെറിയ പാക്കറ്റിൻ്റെ പേരാണ് ഗാർഡൻ മിക്സർ. ഗാർഡൻ മിക്സർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഗാർഡൻ മിക്സർ വരുന്നത്.
ഇത് ഗാർഡനിൽ ഉപയോഗിക്കാന്നുള്ള ഗാർഡൻ മെയ്റ്റ് എന്നും ഇതിന് ഗാർഡൻ ആൻഡ് വെജിറ്റബിൾ മിക്സർ എന്നാണ് പറയുന്നത്. ഗാർഡൻ ആൻഡ് വെജിറ്റബിൾ മിക്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രോ ബയോമിൽ പ്ലസ് ആണ്, നല്ല റിസൾട്ടാണ്. ഇത് അതിന് താഴെയുള്ള സാധനങ്ങളാണ്. ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്? ഇത് മേക്ക് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ജൈവവളത്തിന് ബയോ കമ്പോസ്റ്റ്, ബയോ പൊട്ടാഷ്, ഹ്യൂമിക് പൾവിക് സീവീഡ് എക്സ്ട്രാക്റ്റുകൾ, അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, മജ്ജ, മാംസം, ചവ്, കപ്പലി പിണ്ണാക്ക്, അവണക്കം പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക്, അങ്ങനെ 10-12 കൂട്ടം സാധനങ്ങൾ ഇട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഒരു കർഷകൻ വരികയാണ് ഇത് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഇത് 1-2 പാക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു വിടും. അവൻ ചെയ്ത് നോക്കിയിട്ട് അവന് പറയും. അതിനേലും സ്വല്പം താഴെയാണ് ഇതിലൊക്കെ ചേർക്കുന്ന. ഇതിലിപ്പോൾ 5% ഹ്യൂമിക് പൾവിക് സീവീഡ് ചേർക്കണമെങ്കിൽ ഇതിലൊക്കെ 1%-2% നമ്മൾ ചേർക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഏറ്റവും കൂടുതൽ എങ്ങനെയുള്ള ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു? സാധാരണയായിട്ട് വളർച്ചയില്ലാത്ത, വളർച്ച മുരടിച്ച ചെടികൾക്കും കായ്ഫലം വേണം തോന്നുന്ന ചെടികൾക്ക് എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ചെടികൾക്കും എന്ത് ഉപയോഗിക്കാം, ഹെക്ടിക് ടച്ച് എന്ന് പറയുന്ന എല്ലാ വളങ്ങളും എല്ലാ ചെടിക്കും ഉപയോഗിക്കാം. അതിനൊരു റേഷ്യോ ഉണ്ട്. അത് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, എല്ലാ വളം കൂടി എങ്ങനെ ഇടാന്നുള്ള. അത് ചെയ്യണമെങ്കിൽ ഇപ്പൊ കർഷകൻ അവൻ ഉപയോഗിക്കുന്ന കൃഷി ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ നമ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവന്റെ സംശയം തീർത്ത് ഏത് പ്രൊഡക്റ്റ് ഏത് റേഷ്യോയിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ചെറിയ ഒരു മട്ടുപ്പാവ് കൃഷിയായിരുന്നാലും സാധാരണക്കാർ വിളിച്ചു കഴിഞ്ഞാൽ സാർ മറുപടി പറഞ്ഞു. അത് ഇപ്പം നമ്മൾ ഒരു കർഷകനോട് മറുപടി കൊടുക്കുന്നത് മട്ടുപാവുകാരനാണോ എസ്റ്റേറ്റുകാരനാണോ വലിയൊരു വളക്ക ഉപയോഗിക്കുന്ന ആളാണോ നോക്കിയിട്ടല്ല. എല്ലാ ചെറിയത് തുടങ്ങി വലിയത് തുടങ്ങി ആര് വിളിച്ചാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ അറിവിന്റെ വെളിച്ചത്തിൽ 10-40 വർഷമായിട്ട് നമ്മൾ ഇതിൽ കൂടെ ഉണ്ട്. ആ 10-45 വർഷത്തെ പരിചയമാണ് ഗുരു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കോളേജ് അധ്യാപകനായിരുന്നു കൊണ്ട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവന് നമ്മൾ എന്ത് ചെയ്യും, വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്ത് അവൻ്റെ ആ മനസ്സിലായ കാര്യങ്ങൾ കഴിഞ്ഞ് വായിക്കി വരുന്ന സാധനത്തിന് വോയിസ് ഇങ്ങോട്ട് ഇടാൻ പറയും. ആ വോയിസിനും കൂടി നമ്മൾ എന്ത് ചെയ്യും, മറുപടി കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറിനെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇതേ കണ്ടില്ലേ, 20ഓളം പ്രോഡക്റ്റിന്റെ സാമ്പിൾ പീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇതേ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ബൾക്കിന് ഓർഡർ ചെയ്താൽ മതിയെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ സാമ്പിൾ പീസ് കൊണ്ടുപോയിട്ട് ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്.